ഒരാൾക്ക് അള്ളാഹുവിനെ റബ്ബാണെന്ന് ഇഷ്ടം തോന്നിയില്ലെങ്കിൽ ദുആക്ക് ഇജാബത്തില്ലെന്ന് തോന്നുമെന്നതാണ് കുറച്ച് വലിയ കാര്യം. ഞാൻ പറഞ്ഞ നിങ്ങളത് സൂക്ഷിച്ച് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. നമ്മളെപ്പോൾ തോർക്കുമ്പോഴും അതിൻ്റെ ഒക്കെ ഉള്ള കൂടെ ഉള്ളത് റബ്ബന എന്നാണല്ലോ. റബ്ബനാ ആതിന, റബ്ബനാ ഹബിലന, റബ്ബനാ ളലംനാ അൻഫുസന, റബ്ബനാ തഖബ്ബൽ മിന്ന, ഒക്കെ റബ്ബന ഉണ്ടാവും. ആ റബ്ബ് എന്നുള്ള വാക്ക് അസ്മാഉൽ ഹുസ്നയിൽ ഇല്ല. എല്ലാ ദുആയിന്റെ കൂടെയും ഖാലിഖായ അള്ളാഹുവിനെ മഖ്ലൂഖായ മനുഷ്യൻ വിളിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിളി എൻ്റെ റബ്ബേ എന്ന വിളിയാണ് എന്നാണ്. എൻ്റെ റബ്ബേ. അതുകൊണ്ടാണ് എല്ലാ ദുആന്റെയും കൂടെ റബ്ബന എന്ന് കൊടുത്തത്. എൻ്റെ റബ്ബേ, എന്നെ നോക്കേണ്ടതുപോലെ നോക്കുന്നവനെ എന്നാണ്. നമുക്ക് ചിലപ്പം തോന്നും 5 വക്ത് നിസ്കരിച്ച് സുബഹി നിസ്കരിച്ചിട്ട് തോരന്നിട്ടു ഇന്റെ പെരപ്പണി തീരുന്നില്ല. അപ്പുറത്ത് വേറെ ചങ്ങായുണ്ട്, ഓനെ പടിഞ്ഞാട്ടുന്തിട്ടാലും കേക്കോട്ടെ ഉഗ്ഗുള്ളൂ, ഓന്റെ പേരപ്പണി കഴിഞ്ഞ് മേലക്ക് തട്ടിന്റെ പണിയും തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്താ ഞാൻ ഇങ്ങനെ ആയത്? ഇന്റെ ദുആക്ക് മാത്രം ഉത്തരമില്ലല്ലോ എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അള്ളാഹു റബ്ബാണ് എന്ന ബോധമില്ലാത്തതുകൊണ്ടാണ്. എന്താ റബ്ബ് പറഞ്ഞാല്? റബ്ബ് എന്ന് പറഞ്ഞാല് റബ്ബിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഞമ്മക്ക് തോന്നുമ്പോഴല്ല, അവന് തോന്നുമ്പോഴാണ്. നിങ്ങൾ എന്നോട് തോരുന്നോളി ഞങ്ങൾക്ക് ഉത്തരം തരാന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഞമ്മക്ക് തോന്നുമ്പോ തരാന്നല്ല, ഓന് തോന്നുമ്പോ തരാന്നാണ്. തരും എന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹുവിന്റെ അതിൽ അവന്റെ നീതി എന്താണെന്ന് മുഴുവനായും ബോധ്യപ്പെടൽ ദുനിയാവ് കൊണ്ട് മാത്രമല്ല ആഖിറം കൂടി ചേർന്ന് വരുമ്പോഴാണ്. ആഖിറത്തിലെത്തുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്, എന്റെ പെരപ്പണി തീരാഞ്ഞത്, എന്തിനാ എനിക്ക് ദണ്ണുണ്ടായത് എന്ന് മനസ്സിലാവും. നേരത്തെ നമ്മൾ ഇബ്രാഹിം നബിയുടെ താരീഖ് പറഞ്ഞു. നമ്രൂദ് രാജാവിനെതിരിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രവർത്തിച്ചത്. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രൂദ് രാജാവ് തീയിലിടാൻ വേണ്ടി കൊണ്ടുപോകുകയാണ്. ആ സമയത്ത് മുഖറബുൽ അംലാക്കായ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇറങ്ങി വന്നിട്ട് ഇബ്രാഹിം നബിനോട് ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എനിക്കെന്താണ് ആവശ്യമുള്ളത് എന്ന് എന്നേക്കാൾ അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. അതിനാൽ എനിക്ക് എൻ്റെ റബ്ബിനോട് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഇത് നമ്മള് അള്ളാഹു തആലക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, പടച്ചോനെ ഇത് ചെയ്യുന്നതൊന്നും ശരിയല്ല, എനിക്ക് എൻ്റെ പെരപ്പനൊന്നും ഉത്തരം നീട്ടിക്കൊണ്ടോണത് ശരിയല്ല, തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും പോലെയാണ് ദുആ. ദുആ എന്ന് പറയുന്നത് അവകാശം ചോദിക്കലല്ല, ദുആ എന്നതൊരു ഇബാദത്താണ്. ദുആ ഇബാദത്താണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ നമുക്ക് എന്തോ കാര്യമായിട്ട് അള്ളാന്റെ അടുത്ത് കിട്ടാണ്ട് അവകാശം ചോദിക്കാണ്. ഒരവകാശവും കിട്ടാനില്ല. തന്നതിന് നമ്മൾ ഇതുവരെ ശുക്രൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മഹ്ശറയിൽ ഒരാളെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്, ഹദീസിലുണ്ട്. ഒരു മനുഷ്യൻ മഹ്ശറയിൽ വരും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ സ്വാലിഹായ ഒരു മനുഷ്യനേക്കാരം. അപ്പൊ ആ മനുഷ്യനോട് പറയും, മലക്കുകളോട് പറയും, പഠിച്ച മലക്കുകളെ, എൻ്റെ ഒരു സ്വാലിഹായ അടിമ വന്നിട്ടുണ്ട്, എൻ്റെ റഹ്മത്ത് കൊണ്ട് അവനെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ പറയത്തരേ, പഠിച്ചോനെ എൻ്റെ റഹ്മത്തൊന്നും വേണ്ടി വരില്ല, എൻ്റെ ഇബാദത്തൊന്ന് കണക്കൂട്ടിയാൽ തന്നെ പോകാൻ പറ്റും, അതിനാത്രയും ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ അല്ലാഹു തആല വീണ്ടും പറയും, ബൽ ബി റഹ്മത്തി, മലക്കുകളെ കണക്കൊന്നും കൂട്ടാൻ നിൽക്കണ്ട, ഇന്റെ റഹ്മത്ത് കൊണ്ട് ഓനെ സ്വർഗത്തിലാക്കിക്കാളി എന്ന് പറയുമ്പോൾ ഓൻ രണ്ടാമതും പറയും, പഠിച്ചോനെ റഹ്മത്തൊന്നും വേണ്ടി വരില്ല, ഞാൻ അത്യാവശ്യം ഉംറയും സിയാറത്തൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്, എത്തിങ്ങാനൊക്കെ കുറച്ച് പൈസ കൊടുത്തിട്ടുള്ള ആളാണ്, അതുകൊണ്ട് എന്റെ അമലൊന്ന് കണക്കൂട്ടിയാൽ തന്നെ സ്വർഗത്ത് പോകാൻ മാത്രം ഉണ്ടാവും, അതൊന്ന് കൂട്ടിയാൽ മതി, എന്റെ റഹ്മത്തൊന്നും വേണ്ട എന്ന് പറയുന്നതാണ്. മൂന്നാമത് മനുഷ്യൻ പറയും, പഠിച്ചോനെ എന്നാലും എനിക്ക് എന്റെ ഇബാദത്തിന്റെ കണക്കൊന്ന് കൂട്ടിക്കണ്ടാല് ഒരു റാഹത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോ അള്ളാഹു പറയും മലക്കുകളോട്, എന്നാ ഒന്ന് കൂട്ടി കാണിച്ചു കൊടുത്താളെ അറിയാം. അങ്ങനെ ആദ്യം കണ്ണ് എന്ന നിഅമത്തിനെ പരിചയപ്പെടുത്തുന്നതാണ്. ആദ്യം മഹ്ശറയിൽ പരിചയപ്പെടുത്തുന്നത് കണ്ണ് എന്ന നിഅമത്തിനെയാണ്. അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള കണ്ണ് എന്ന നിഅമത്ത്, ഒരു നോട്ടം നമ്മൾ നോക്കുമ്പോൾ 3 കോടി വസ്തുക്കളെയാണ് ഒറ്റ നോട്ടത്തിൽ കാണുന്നത് എന്നാണ്. ഞാൻ ഈ ക്ലാസ് കൊണ്ട് നോക്കുകയാണെങ്കിൽ ക്ലാസ് മാത്രമായിട്ട് ഒരിക്കലും കാണൂല. അതിന്റെ മുമ്പിലുള്ള ബോക്സ് കാണുന്നുണ്ട്, ക്ലാസിന്റെ ബാക്കിലുള്ള പിന്നെ ഫ്ലാസ്ക് കാണുന്നുണ്ട്, അതിന്റെ അപ്പുറത്തുള്ള കസാലി, ആൾക്കാർ, കർട്ടന്, അങ്ങനെ ഓരോ മനുഷ്യന്റെയും രോമങ്ങള്, ഓന്റെ കുപ്പായം, അതിന്റെ നൂല്, ഇങ്ങനെ 3 കോടി വസ്തുക്കളാണ് ഒറ്റ നോട്ടത്തിൽ കാണുന്നത്.
ഒരു മനുഷ്യൻ ഒരിക്കൽ അവന്റെ കണ്ണുകൊണ്ട് നോക്കുന്ന ആ സാധനം CCTV ക്യാമറ വെച്ചിട്ട് നോക്കണമെങ്കിൽ 30,000 ക്യാമറകൾ വേണ്ടി വരുമെന്നാണ്. അതാണ് കണ്ണിന്റെ കപ്പാസിറ്റി. അതുകൊണ്ട് കണ്ണ് എന്ന നിഅമത്തിനെ പരിചയപ്പെടുത്തിയിട്ട് ഇവൻ ചെയ്ത ഇബാദത്തുകൾ അതിന് ശുക്റായിട്ടുള്ള കണക്കൂടിയും കൊടുക്കുമ്പോൾ കണ്ണ് എന്ന ഒരൊറ്റ നിഅമത്തിനെ കവർ ചെയ്യാൻ ഇനി ഇബാദത്ത് ചെയ്യേണ്ടി വരുന്നതാണ്. ഇത് കാണുമ്പോൾ അവൻ പറയത്തില്ല, പഠിച്ചോനെ വേണ്ട, ഇന്റെ ഇബാദത്ത് വേണ്ട, അന്റെ റഹ്മത്ത് കൊണ്ട് മതി. അങ്ങനത്തെ അള്ളഹാനോടാണ് എന്താ തരാത്തതെന്ന് ചോദിക്കണേ. നമ്മള് തന്നതിന് തന്നെ ഒന്നുമില്ല. അരമണിക്കൂർ പല്ലുവേദന ഉണ്ടാവുമ്പോ പല്ലുവേദനയില്ലാത്ത 23.5 മണിക്കൂറിനെ മറക്കണേ നമ്മള്. അരമണിക്കൂർ പല്ലുവേദന, അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചാണ്ട് പറയും, എന്താ ഈ പഠിച്ചോനെ എന്തിനാ റബ്ബേ ഇന്നെങ്ങനെ അടങ്ങാറാക്കണത്, എപ്പോലും പല്ലുവേദന തന്നെയെന്ന് പറയും. സംഗതി അരമണിക്കൂറുള്ളൂ. 23.5 മണിക്കൂർ പല്ലുവേദന ഇല്ലാത്തത് കഴിഞ്ഞു പോയിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവില്ല. വണ്ടി തട്ടിയ ഡേറ്റ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, വണ്ടി വാങ്ങിയ ഡേറ്റ് ആരും ഓർക്കലില്ല. വണ്ടി തട്ടിയത് നിയമത്തല്ല, വണ്ടി വാങ്ങിയത് നിയമത്താണ്. വാപ്പ മരിച്ച ഡേറ്റ് എല്ലാവർക്കും ഓർമ്മ ഉണ്ട്, വാപ്പ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ആരും ഇതുവരെ നോക്കിയിട്ടുണ്ടാവില്ല. ഞാൻ അത് പഠിച്ചതിന് ശേഷം എൻ്റെ വാപ്പാന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി. വാപ്പ മരിച്ചതല്ലല്ലോ നിയമത്ത്, വാപ്പ ജനിച്ചതായിരുന്നു നിയമത്ത്. നിഅമത്തുകളെ നമ്മൾ ഓർക്കുന്നില്ല, നിഖ്മത്തുകളെയാണ് ഓർക്കുന്നത്. എന്നിട്ട് അവസാനം പഠിച്ചവനെ കുറ്റം പറയാൻ നിൽക്കുക. അള്ളാഹു റബ്ബാണ് എന്നത് കൽബിക്കാണ് കയറണമെങ്കിൽ രേഷം പണി ഉണ്ടാവും. അത് കയറിയാലേ ഖദാ ഖദർ ബോധ്യപ്പെടുള്ളൂ. അള്ളാഹു റബ്ബാണ് എന്ന തോന്നൽ കയറാതെ ഖദാ ഖദർ ബോധ്യപ്പെടൂല. ഖദാ ഖദർ ഒരു ഇൽമല്ല, അതൊരു ബോധ്യമാണ്. അള്ളാഹുവിന്റെ ഖദാ ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഇൽമല്ല, ശരിക്ക് അതൊരു ബോധ്യമാണ്. ആ ബോധ്യം ഉണ്ടാവണമെങ്കിൽ അള്ളാഹു റബ്ബാണ് എന്ന ബോധ്യം ആദ്യം കൽബിലേക്ക് കയറേണ്ടതുണ്ട്. അതുകൊണ്ട് നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുക എന്നതാണ് റുബൂബിയ്യത്ത്. അത് നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ക്ലിയറായി വരുന്നത്. അതുകൊണ്ട് അള്ളാഹു റബ്ബാണെന്ന ബോധ്യമുണ്ടെങ്കിൽ ഈമാനിന് രസമുണ്ടാകും. 2 വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി ഇഷ്ടപ്പെട്ടാൽ ഈമാന്റെ രസം ഉണ്ടാവും. ഇസ്ലാമിനെ ദീനായി അംഗീകരിച്ചാലല്ലോ, അംഗീകരിക്കാൻ നമ്മളെല്ലാരും അംഗീകരിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെടുന്നില്ല. 3-മത്തേത് വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം വറസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ഇഷ്ടപ്പെട്ടാൽ മൻ റളിയ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ഇഷ്ടപ്പെടുക എന്നാണ്, അംഗീകരിക്കുക എന്നല്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയും റസൂലുമായി ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവൻ ഈമാന്റെ മാധുര്യം. സഹീഹുൽ ബുഖാരിയിലെ ബാബു ഹലാവത്തുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഈമാന്റെ മധുരത്തെ കുറിച്ച് പറയുന്ന പാഠം. ഈമാൻ വലിയ മധുരമുള്ളതാണ്, പക്ഷെ എല്ലാവർക്കും മധുരം കിട്ടൂല. മധുരം കിട്ടണമെങ്കിൽ 3 നിബന്ധനയുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ ഖാലിഖായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കാര്യമില്ല, അള്ളാഹുവിനെ മാലിക്കായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമില്ല, അള്ളാഹുവിനെ റാസിഖായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അള്ളാഹു തആലാന്റെ ഇഷ്ടത്തിൽ വേറെ പ്രത്യേകത ഉണ്ട്. അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഇങ്ങോട്ട് ഇഷ്ടം അള്ളാഹു തആലാക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു തആലാക്ക് നമുക്ക് ഇഷ്ടപ്പെടും, അങ്ങോട്ട് ഇഷ്ടപ്പെടും. പക്ഷെ ആ ഒരു ബോധം നമ്മളെ കൽബിൽ വരണം. വാപ്പ വരെ 3-മത് മദ്യം പറയാൻ പോകില്ല എന്നാണ്. ഒരാൾ അങ്ങാടിയിൽ നിന്ന് വൈകുന്നേരം പെരേക്ക് പോകുമ്പോ റോഡ് സൈഡിലുള്ള ഒരു പെരന്റെ വാതിൽമ പോയിട്ട് മുട്ടി. അവിടെ എന്താ പെൺകുട്ടികളെന്തോ ഉണ്ട് തോന്നുന്നുണ്ട്, മുട്ടി. അങ്ങനെ ആകെ പ്രശ്നമായാൽ വാപ്പ മദ്യം പറയാൻ പോകും. എന്റെ കുട്ടിയുടെ അബദ്ധം പറ്റിയതാണ്, ഓൻ ആ വാതിലിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോന്നപ്പോ മഴ പെയ്തിരുന്നു, അപ്പൊ കൈ വീശിയപ്പോ തട്ടിയതാണ്, ഇനി ഉണ്ടാവില്ല, ഞങ്ങള് പൊരുത്തപ്പെട്ടാളി എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട് അത് മദ്യം പറഞ്ഞുങ്ങാണ്ട് പോരും. 4 ദിവസം കുഴപ്പമൊന്നും ഉണ്ടായില്ല. 5-മത്തെ ദിവസം പിന്നെയും പോയി മുട്ടി മൂപ്പര്. എന്നാലോ പാപ്പ മദ്യം പറയാൻ പോവില്ല, ഒരിക്കൽ മദ്യം പറയുള്ളൂ. ഇനി എന്നെ കൊണ്ടാവില്ല, ആരാശം നോക്കിക്കോളെ. പിന്നെ ഇങ്ങനെ എല്ലാരും കൂടിയും പറഞ്ഞ് എൻ്റെ ഇറുക്കനല്ലേ ജല്ലാതെ ആരാ പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ആകുമ്പോ ഒന്നും കൂടിയും പറയാൻ വേണ്ടി പോകും. അതേ അബദ്ധം 3-ാം പ്രാവശ്യം ആവർത്തിച്ചാൽ വാപ്പൊരിക്കലും മദ്യം പറയില്ല. മദ്യം പറയില്ല എന്ന് മാത്രല്ല, പെരേന്ന് പുറത്താക്കും. ഇനി മേലാല് എന്റെ ഗേറ്റിൽ കടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലിന്റെ കൊതരമ്പ് ഞാൻ പൊട്ടി മുറിക്കും എന്ന് പറയും. കയറാനേക്കൂല വാപ്പ.
അതേ സമയത്ത് 100,000 വട്ടം അള്ളാഹു തആലക്ക് എതിരെ ചെയ്തിട്ട് പടച്ചോനെ ഇന്റെ അടുത്ത് ഒരു അബദ്ധം പറ്റിയതാണ്, ഇജ്ജ് പൊരുത്തപ്പെടുമെന്ന് ചോദിച്ചാൽ അള്ളാഹു തആല ആയിക്കോട്ടെ അനക്ക് ഞാൻ പൊരുത്തപ്പെട്ടെന്നിരിക്കുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. എന്തെന്നലെ പറയാൻ ഞാൻ ചോദിക്കൂല.